ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെയും വാർത്തയൊന്നും കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ശരിക്കും പറഞ്ഞാൽ വല്ലാതെ വേദനിക്കുന്നു. ഒരുപാട് പേര് മരണപ്പെട്ടു എന്നറിയുമ്പോൾ തന്നെ പിന്നെയും അതിൻ്റെ എണ്ണം കൂടി വരികയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഹോസ്റ്റലിലെ കുറച്ച് കുട്ടികളും കുറച്ചല്ല അതിൽ കൂടുതൽ കുട്ടികളും പോയി എന്നറിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെയും മാതാപിതാക്കളുടെയും ഒക്കെ കാര്യം ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി വിഷമമുണ്ട്. നമുക്ക് കണ്ടു നിൽക്കാനേ സാധിക്കത്തുള്ളൂ. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് അഹങ്കരിക്കുന്ന ആളുകളുണ്ടല്ലോ നമ്മളുടെ കൂട്ടത്തിൽ. ഒരുപാട് ഞാൻ എന്തോ ആണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇതൊരു പാടായിരിക്കട്ടെ. കാരണം ഒരു യാത്രയിൽ നീ തിരിച്ചു വരുമോ എന്ന് നിനക്ക് പോലും അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഒരഹങ്കാരമോ മറ്റുള്ളവരെ ഉപദ്രവിച്ചുള്ള ജീവിതമോ ഒന്നും നമുക്ക് ഈ ലൈഫിൽ വേണ്ട. കാരണം നാളെ എന്താ എങ്ങനെ ഒന്നും അറിയത്തില്ല. പിന്നെ എന്തൊക്കെയോ ആണെന്നുള്ള അഹങ്കാരത്തിൽ നടക്കുന്ന കുറേ ആളുകൾ ഒരുപാട് പേരുണ്ട്, ഇല്ലെന്നല്ല. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വേദനിപ്പിക്കുന്ന ആളുകൾ. എന്തിനാ വെറുതെ? നമ്മളുടെയൊക്കെ ഇതേ ഉള്ളൂ ലൈഫ്. ഈ പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഒന്ന് അയാൾ തീർന്നു, അവിടെ നമ്മുടെ ലൈഫ് അതോടുകൂടി തീർന്നു. നമുക്കൊന്ന് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ അത് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ആ സമയങ്ങളിൽ. ആ വിമാനത്തിലുണ്ടായിരുന്ന ഇത്രയും പേര് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പോലും ചിന്തിച്ച് കാണില്ല. രക്ഷപ്പെടും എന്നൊക്കെ ഉള്ള മനസ്സിലേക്ക് ആയിരിക്കാം ചിലപ്പോൾ. എന്തൊക്കെയായിരിക്കാം അവരുടെ മനസ്സിലൂടെ ഓടിപ്പോയിരിക്കാം. സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആലോചിച്ച് പോകും. കാരണം നമ്മളാണ് അവരുടെ സ്ഥാനത്തെങ്കിൽ എന്തായിരിക്കും എന്നുള്ള ചിന്തിക്കുമ്പോഴാണ് നമുക്കത് വേദനയായി മാറുന്നത്. ആക്ച്വലി അവർ ഈ പറയുന്ന ആരും നമ്മളുടെ ബന്ധുക്കളോ ആരുമല്ല. എന്നാൽ കൂടെ ആരൊക്കെയോ പോലെ നമുക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷനാണ്. നാളെ നമുക്കും ഇതുപോലൊരു അവസ്ഥ വരാം എന്നൊക്കെ ചിന്തിച്ച് പോകുമ്പോഴാണ് നമുക്ക് ആ വേദന വരുന്നത്. എന്തായാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത് മാത്രമേ നമ്മളെ കൊണ്ട് ഇപ്പോൾ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ പല്ല് എടുത്ത് വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. നല്ല പെയിനാണ്. സത്യം പറഞ്ഞാൽ പല്ല് പറിക്കണ്ട, ക്ലിപ്പിടണ്ട എന്നൊക്കെ തോന്നുന്ന രീതിയിലായിരുന്നു. പക്ഷെ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും വീണ്ടും ഒരുപാട് താങ്ക്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പം വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. കുറച്ച് മുമ്പായിട്ട് വീട്ടിൽ നടന്ന കുറച്ച് വർക്കാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ ഞാൻ ഇതുപോലെ കബോർഡുകളോ ഒന്നും ആക്കിയിട്ടില്ല. സ്പേസൊക്കെ നന്നായിട്ടുണ്ട്. ഒരു റൂമിന് നല്ല വലുപ്പമുണ്ട്. റൂം ചെറുതായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ആവശ്യമുള്ളത് മാത്രം മതി എന്നുള്ളൊരിതായതുകൊണ്ട് ഒരു കബോർഡുണ്ട്, അത് മതി എന്നുള്ളതിലായിരുന്നു ഇത്രയും കാലം. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. കാരണം കബോർഡുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നം റൂം ചെറുതാവും. അല്ലെങ്കിൽ നമ്മൾ മുമ്പേ തന്നെ കബോർഡ് ഒഴിച്ചിട്ടിട്ട് പിന്നെയും ആ റൂമിന് നല്ല വലുപ്പം വേണം. എന്തായാലും ഇവിടെ ഈ ഒരു സൗകര്യത്തിൽ കബോർഡാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കബോർഡ് വർക്കുകളെല്ലാം നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കണ്ട് എൻ്റെ ബാത്റൂമിൻ്റെ കതക് ചെയ്ത ആളുകളാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അവർ ഈ ഒരു സൈഡ് അവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ കബോർഡ് ഞാൻ ആക്കിയില്ല. കാരണം ഒന്നാമത്തെ പ്രശ്നം ഈ എല്ലാ സാധനങ്ങളും നമ്മൾ കബോർഡ് വന്നു കഴിഞ്ഞാൽ കുത്തി നിറയ്ക്കും. അത് പിന്നെ പൊടിയായി ആകെ പ്രശ്നം. ഓപ്പണായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ വൃത്തിയാക്കാനെങ്കിൽ നിൽക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്തായാലും മുകളിൽ ചെയ്തു. എനിക്ക് മുകളിൽ ഇപ്പോൾ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അടുത്ത വർക്കെന്ന് പറയുന്നത് ഇപ്പം കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ ചെയ്തതാണ്. ഞങ്ങളുടെ EB കണക്ഷൻ മുകളിൽ കൂടെയാണ്. ഇവിടെ എല്ലായിടത്തും മുകളിലായിരുന്നു. പക്ഷേ പിന്നീട് വരുന്ന വീടുകളെല്ലാം അടിവശത്തൂടെയാണ് എടുത്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കാറ്റും മഴയും ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ EB വയറിന് പ്രശ്നങ്ങൾ തുടങ്ങി. അപ്പോൾ മുകളിൽ വയർ മാറ്റാമെന്നുള്ള ഒരിത് വന്നപ്പോഴത്തേക്ക് മാറ്റണം. ഇത്ര വർഷം കഴിഞ്ഞാൽ EB വയറിൻ്റെ വയറുകളെല്ലാം മാറ്റണം. അങ്ങനെ വന്നപ്പോൾ ഏറ്റവും നല്ല ഓപ്ഷൻ ഈ ഭൂമിക്കടിയിൽ നമ്മൾ കുഴിച്ച് പൈപ്പിട്ട്
വയറ് വലിക്കുന്നതാണ് നല്ലത്. പക്ഷേ എൻ്റെ വീടിൻ്റെ എതിർവശമാണ് പോസ്റ്റുള്ളത്, അതുകൊണ്ട് റോഡിൻ്റെ നടുവശവും കുഴിക്കേണ്ടി വന്നു. പിന്നെ ഞാൻ ഇവിടെ കാറ് കുറച്ച് ഈസി ആയിട്ട് കയറാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു സ്ലോപ്പും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അതും കൂടെ അടിച്ച് നല്ല ഷാർപ്പാക്കി ചേരാൻ പറഞ്ഞു. അങ്ങനെ ആ വർക്കുകളെല്ലാം ഒരുവിധം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ റോഡിലുള്ള വർക്കാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അവർ നല്ല സ്മൂത്തായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു അവരുടെ വർക്ക്. അങ്ങേർക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ചെയ്യുന്ന വർക്കുകൾക്കെല്ലാം. അപ്പോൾ റോഡിലും പൈപ്പെല്ലാം ഇട്ടകത്ത് കയറ്റി മണ്ണ് നിറച്ച് അതിൻ്റെ അകത്ത് സിമൻറ്റും മെറ്റലും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് അവർ നിറയ്ക്കുന്നത്. കാരണം പൈപ്പിന് ഡാമേജ് വരാൻ പാടില്ല. അങ്ങനെ ആ വർക്ക് അവിടെ ശരിക്കും പറഞ്ഞാൽ ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം ഇത് കഴിഞ്ഞിട്ട് വേണം ഞാൻ സാധാരണ സിമെൻറ്റിലടിക്കുന്ന റെഡ് പെയിൻറ്റ് ഞാൻ അടിക്കും. ഇത് റോഡാണ്, ഞങ്ങളുടെ മുൻവശത്തെ റോഡാണ്. അപ്പുറത്തെ വശത്താണ് ഇലക്ട്രിക്കിൻ്റെ എല്ലാ വയറുകളും വരുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യേണ്ടി വന്നു. എല്ലാം ഉടച്ചതാണ്. ശരിക്കുണ്ടായിരുന്ന സ്ഥലമൊക്കെ ഉടച്ചിട്ടാണ് ഇപ്പം പൈപ്പ് ഇട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോവും. പക്ഷേ അന്നൊന്നും ഈ ഒരു പരിപാടി ഇല്ലായിരുന്നു. ഇപ്പം അടുത്താണ് ഇതൊക്കെ വന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്കതൊരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ചെയ്തു. എന്തായാലും നല്ല അടിപൊളിയായിട്ട് അവിടെ പിന്നെ ഇഷ്ടികയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട്. ആ സൈഡിൽ നല്ല ഉറപ്പിച്ച് കെട്ടി അകത്തും ഇട്ടിട്ടുണ്ട്. ഇവിടെയും കുറച്ച് സ്ഥലത്തൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെയും കൂടെ ഞാൻ അവരോട് കുറച്ച് ക്ലിയറായിട്ട് ചെയ്യാനൊക്കെ പറഞ്ഞ് അങ്ങനെ 4-5 ദിവസത്തെ ഒരു ജോലിയായിരുന്നു. അതങ്ങനെ ഫിനിഷായി. ഇത് നമ്മുടെ ജിമ്മൂസ് തന്നെ. നമ്മുടെ ജിമ്മൂസിനെ എല്ലാവർക്കും പരിചയം കാണും. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനെ കാണിക്കാറുണ്ട്. പക്ഷേ അവനിപ്പോൾ ഏജായിട്ടൊക്കെ വരിക കേട്ടോ. റൂഫ് ഈ ഒരു കോലത്തിലിരുന്നതിനെ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിപ്പിടിച്ചു. ഇവിടെ തുണിയൊക്കെ ആയിട്ട് ബോറായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ വൈകുന്നേരം ഞാനിപ്പോൾ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കാരണം കയ്യും കാലും ഒക്കെ വേദന തുടങ്ങി. അപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കിയാലേ നമുക്ക് ഗുണം. മറ്റുള്ളവർക്ക് നമ്മളെ പറഞ്ഞു തരാനേ സാധിക്കത്തുള്ളൂ. അത് നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ എനിക്ക് എന്തായാലും കാലുവേദന, കൈവേദന അങ്ങനെ ഡേഞ്ചറസ് സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കുളിർമയാണ്. ഇവിടെ റൂഫിലൊക്കെ വൈകുന്നേരം വന്നിരുന്നാൽ വല്ലാത്തൊരു സുഖമാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരയ്ക്കും ബായ്.